മദീനയിൽ സാധാരണ എല്ലാവരും പറയാറുണ്ട്, ഇവിടെ നബിതങ്ങളുടെ മൗലിദ് ആഘോഷങ്ങളോ അല്ലെങ്കിൽ നബിദിന പരിപാടിയോ മധുരപാനീയങ്ങൾ വിതരണം ചെയ്തതൊന്നുമില്ല, നാട്ടിൽ മാത്രമാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്. കാരണം നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് മൗലിദ് ചൊല്ലുന്നു, ഒരുപാട് ആളുകൾ മധുരപാനീയങ്ങൾ വിതരണം ചെയ്യുന്നു, ഒരുപാട് ആളുകൾ നബിദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരെ ഇവിടെ മൗലിദൊക്കെ ചൊല്ലി മധുകൾ പാടി പറഞ്ഞു അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ നാട്ടിലുള്ള ആളുകളൊക്കെ പറയുന്നത് വെച്ചാൽ മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. സഹോദരങ്ങളെ, ചില ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ദീനിലില്ലാത്ത കാര്യങ്ങളെ ജനങ്ങൾക്കിടയിൽ ദീനിലുള്ളതാണെന്ന് അവതരിപ്പിക്കുകയും യാഥാർത്ഥ്യങ്ങളെ പോലും തങ്ങളുടെ കച്ചവട ലാഭത്തിന് വേണ്ടിയിട്ട് അതിനെ തകിടം മറിച്ച രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ സാബി ഇൻസ്പയർ എന്ന് പറയുന്ന ആൾ ഒരുപാട് വീഡിയോകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ഉള്ളതാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കി. അത് വളരെ കൃത്യമായി അൽഹംദുലില്ലാ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അയാളുടെ ട്രാവൽസിൻ്റെ ഒരു പരസ്യമായിരിക്കണം അടുത്ത വർഷം കൂടുതൽ ആളുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മദീനയിലെത്തിയിട്ട് അയാൾ അവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആളുകൾ നാട്ടിൽ പറയുന്നത് പോലെ മക്കത്തും മദീനത്തൊന്നും നബിദിനൊന്നും ഇല്ലാന്നില്ല, ഇവിടെ നബിദിനുണ്ട്, ആഘോഷങ്ങളുണ്ട്, മധുരപാനീയം കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഇവിടെ എല്ലാ നിലക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ട്രാവൽസിൽ ചേർന്നിട്ട് അങ്ങനെ വന്നാൽ റബീഉൽ അവ്വൽ 12 ഞങ്ങൾ അവിടെ എത്തിച്ചേരും. ഇതാണ് ഇവൻ്റെ ഉദ്ദേശം. സഹോദരങ്ങളെ, എത്ര വലിയ നുണയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മസ്ജിദ് നബിയുടെ മുന്നിൽ നിന്നാണ് ഇവൻ ഈ സംസാരിക്കുന്നത്. ആ മസ്ജിദ് നബവിയിൽ അവിടെ റബീഉൽ അവ്വൽ മാസങ്ങളിൽ ജുമാ ഖുതുബകളിൽ വളരെ ശക്തമായി അവിടുത്തെ അയിമ്മത്തുകൾ, അവിടുത്തെ ഖത്തീബുമാർ വളരെ കൃത്യമായിട്ട് ഈ നബിദിനത്തിൽ എന്ന് പറയുന്ന ബിദ്അത്തിനെ ശക്തമായി ശകാരിക്കുന്നവരാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനാദരിക്കുന്നതിന് തുല്യമാണ് എന്ന രൂപത്തിലൊക്കെ ആയത്തുകളും ഹദീസുകളൊക്കെ ഓതിയിട്ട് സുന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബിദ്അത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അവർ ഓർമ്മപ്പെടുത്തുന്നവരാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഹറമൈൻ്റെ വെബ്സൈറ്റുകളിലെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടും ഇവനെ പോലെയുള്ള ആളുകൾ ഒരു നിലക്കുള്ള മടിയുമില്ലാതെ അവനിത് പറയാൻ. ومن الجفاء للنبي صلى الله عليه وسلم التهيؤ لبدعة المولد وللبدع التي لا دليل عليها والتقصير في اتباع السنة النبوية. قال تعالى: قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. وقد حط الرحال مع السابقين الأولين من المهاجرين والأنصار قوم لم يسمعوا حتى بالمولد ففازوا باتباع السنن النبوية والعمل بها ومجانبة البدع كلها. قال تعالى: وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഇതിൽ ഒരിക്കലും നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. ഹറമുകൾ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറയുമ്പോൾ തന്നെ അൽഹംദുലില്ലാ നമ്മളൊക്കെ ഏതൊരു പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളാണോ കേൾക്കുന്നത്, ആ പണ്ഡിതന്മാർ ദർസ് എടുക്കുന്ന മസ്ജിദാണ് മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിലുള്ള പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഈ രൂപത്തിലുള്ള ബിദ്അത്തുകൾ അത് അവരെ അനുവദിക്കുന്നില്ല. വളരെ കൃത്യമായി ഇത്തരം ബിദ്അത്തുകളെ അവർ എതിർക്കാറുണ്ട്. പ്രത്യേകിച്ചും നബിദിനം പോലെയുള്ള ബിദ്അത്തുകളെക്കുറിച്ച് വളരെ ശക്തമായി ദർസുകളിലൂടെ എതിർക്കുന്ന ഒരു മസ്ജിദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ മസ്ജിദ് എന്ന് പറയുന്നത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനത്തിനെ അംഗീകരിക്കുകയോ ആഘോഷിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഒരു മസ്ജിദല്ല. അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ വലിയ നിഅമത്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള തൗഹീദിനെയും സുന്നത്തിനെയും സേവിക്കുന്നവരായ ആളുകളാണ് ഇന്ന് ആ മസ്ജിദുൻ നബവിയുടെ അധികാരികളായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വലിയ രീതിയിൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനോടൊക്കെ വലിയ വെറുപ്പും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണ്. കാരണം ഇവരെ പലപ്പോഴും ഇവൻ പറയുന്നത് പോലെയല്ല കാര്യം. ഇവരെ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ബിദ്അത്തിൻ്റെ ആഘോഷങ്ങൾക്കും അവിടെ അനുവാദമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലക്ക് പോയി ഇരുന്നിട്ട്, ബാത്റൂമിൻ്റെ മൂലക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൂലക്ക് പോയി കുറച്ച് ആൾ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലി അത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ആർക്കും എന്തും ചെയ്തുകൂടെ? എന്നിട്ട് മസ്ജിദുൻ നബവിയിലുള്ള ആഘോഷമുണ്ട്, മീലാദ് ആഘോഷമുണ്ട്, ഇവിടെ മൗലിദ് പാരായണുണ്ട് എന്ന് പറയുന്നത് എന്തു വലിയ അക്രമമാണത്. ആർക്കും എന്തും ചെയ്തുകൂടെ? ഒരുത്തിനൊരു സംഗീത പരിപാടി അവിടെ നടത്തിക്കൂടെ? അവിടെ ഒരു റൂം എടുത്തിട്ട് എന്നിട്ട് അവൻ പറയുകയാണ് മദീനയിൽ സംഗീത പരിപാടിയുണ്ട്. വേറൊരുത്തിന് ആ രൂപത്തിൽ വല്ല തോന്നിവാസം നടത്തിയിട്ട് അതല്ല എടുത്തിട്ട് മദീനയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ അധികാരികൾ എന്ത് പഴിച്ചു? ഇവൻ്റെ വർത്തമാനത്തിൽ അവിടെയുള്ള മദീനക്കാർ, മദീന നിവാസികൾ നബിദിനം ആഘോഷിക്കുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരുണ്ട് ഈ ഹറമുകളിൽ, അവരാരും ഈ നബിദിനം ആഘോഷിക്കുന്നില്ല. അഹ്ലു ബൈത്തുകാരായ ആളുകളുണ്ട്, അവരാരും ഇത് ആഘോഷിക്കുന്നില്ല. മറിച്ച് അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മേക്കാൾ ഏറെ സ്നേഹിക്കുന്നവരും പിൻപറ്റുന്നവരൊക്കെയാണ്.
അയിമ്മത്തുകൾ, അവിടെയുള്ള പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ്, സുന്നത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ അവർ അതോടൊപ്പം തന്നെ സ്വഹാബികളെ പോലെ, താബിഈങ്ങളെ പോലെ, തബഉ താബിഈങ്ങളെ പോലെ, അയിമ്മത്തുകളെ പോലെ നബിദിനം ആഘോഷിക്കാത്തവരാണ്. അത് അങ്ങനെയുള്ളവരാണ് ഈ രണ്ട് മസ്ജിദുകളിലും ഉള്ളത് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇവനെ പോലെയുള്ള ആളുകളുടെ വഞ്ചനയിൽ പെട്ടുപോകാൻ പാടില്ല. ഇതേപോലെ ഇവർ പലതും അവിടെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നിന്ദ്യരായിക്കൊണ്ടല്ലാതെ അൽഹംദുലില്ലാ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ സാധിക്കാറില്ല. അതിൽപ്പെട്ട ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മറ്റേ ഇബാദത്താണ് ആ കുബ്ബയിലേക്ക് കുറേ നേരം നോക്കി നിൽക്കുക എന്നുള്ളത്. ചില ആളുകളുടെ അല്ല, ഖുറാഫികൾ എന്ന് പറയുന്ന ഈ ബിദ്അത്തിന്റെ ആളുകൾ മലയാളികളായ ആളുകൾ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാ നാടുകളിലും ഉണ്ട്. ഇന്ത്യൻ്റെ പുറത്തുമുണ്ട്, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും എല്ലാ നാട്ടിലും ഈ പറയുന്ന ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശപ്പെട്ട രൂപത്തിലുള്ള വിശ്വാസാചാരങ്ങൾ പുലർത്തുന്ന ആളുകളുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഇബാദത്ത് ആ പച്ചക്കുബ്ബ നോക്കി നിൽക്കലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങൾ, എന്ത് ഇബാദത്താണിത്? ഈ പച്ചക്കുബ്ബ റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായതാ, സ്വഹാബികളുടെ കാലത്തുണ്ടായതാ, സലഫുകളുടെ കാലത്തുണ്ടായതാ, അയിമത്തുകളുടെ കാലത്തുണ്ടായതാ? പിന്നീട് ഏതോ ഒരു ഭരണാധികാരി വിദഗ്ധത്തുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവിടെയുള്ള ആളുകൾ നിർമ്മിച്ചൊരു കുബ്ബയല്ലേ അത്, അതിനെ നോക്കി നിൽക്കുക, എന്നിട്ട് അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് ഈ ഉള്ളവനടുത്ത് ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അത്തരക്കാരായ ആളുകളെ അൽഹംദുലില്ലാ അടുത്ത അധികാരികളെ ഏൽപ്പിക്കുകയും അവർക്ക് വളരെ നിന്ദ്യരായിക്കൊണ്ട് അവിടുന്ന് പോകേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ അത് നോക്കി പ്രാർത്ഥിക്കാൻ. അപ്പോൾ അവിടുത്തെ പോലീസുകാർ പോലും അവിടുത്തെ പണ്ഡിതന്മാർ എല്ലാവരും വന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ദുആ ചെയ്യുമ്പോൾ ഖിബിലക്ക് നേരെയാണ്. ഇതാരാണ് പഠിപ്പിച്ചത്? ദുആ ചെയ്യുമ്പോൾ ഖബറിന് നേരെ തിരിയണം എന്നുള്ളത് എവിടുത്തെ സുന്നത്താണിത്? അവർ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അപ്പോൾ ആ നിലക്ക് പലതും ഇവർ മറഞ്ഞു നിന്നിട്ട് ഗേറ്റിൻ്റെ പുറകിലും അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് പല രൂപത്തിൽ ഇവർ ചെയ്യാറുണ്ട്. ഇതൊന്നും ഇവർക്ക് അവിടെ നേർക്ക് നേരെ ചെയ്യാൻ പോലും സാധിക്കില്ല. ഇനി ഇവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലും അതിന് തെളിവാണോ? മദീനയിൽ നടന്നു എന്നുള്ളതിന് തെളിവാണോ? ആർക്കും എന്തെങ്കിലും ചെയ്തിട്ട് അത് മദീനയിൽ നടന്നു എന്ന് പറയാമോ? അപ്പം അങ്ങനെ പോലും ഒക്കെ ചെയ്യാൻ സാധിക്കാറില്ല. അവർക്ക് ഈ പറയുന്ന ഈ സാബിക്ക് അവിടെ നിന്നിട്ട് മസ്ജിദ് നബവിയുടെ റൗളയുടെ ഭാഗത്ത് നിന്നിട്ട് മൗലിദ് കഴിക്കാൻ പറ്റുമോ? പിടിച്ചു കൊണ്ടുപോകും അവനെ. അതല്ലെങ്കിൽ ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ മുൻഭാഗത്തുള്ള ഭാഗത്ത്, ഖിബിലയുടെ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് പിടിക്കാൻ പറ്റുമോ? ഒന്നും അവന് സാധിക്കില്ല. ആളൊക്കെ തിരക്കുണ്ടാകുമ്പോൾ എവിടെയെങ്കിലൊക്കെ മൂലക്ക് പോയിരുന്നിട്ട് കുറച്ചാൾ കൂടിയിട്ട് അത് വീഡിയോ ഇട്ടിട്ട് ഇവൻ്റെ പ്രധാനപ്പെട്ട ഇവൻ്റെ ട്രാവൽസിൻ്റെ പ്രൊമോഷനാണ്. ഞങ്ങളിവിടെ വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നബിദിനം കഴിക്കാൻ പറ്റും, റബീഉൽ അവ്വൽ 12-ന് എത്താൻ പറ്റും. ഈ രൂപത്തിലെ പ്രൊമോഷൻ അല്ലാതെ സഹോദരങ്ങളെ അവൻ ദീനിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ആ രൂപത്തിലെ വർത്തമാനങ്ങളും സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ഈ രൂപത്തിൽ അബദ്ധത്തിലേക്ക് പോകരുത്. മദീനയിൽ നിന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന സുന്നത്ത് പിൻപറ്റുന്ന ഒരാൾ നബിദിനം ആഘോഷിക്കുന്നില്ല. എന്നാൽ അറിവില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ചിട്ട് യാതൊരു ബോധവുമില്ലാത്ത ആളുകളാണ് ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ നബിദിനം എന്ന് പറയുന്ന ബിദ്അത്ത് ആചരിക്കുന്നത്. അതുകൊണ്ട് നബി സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് ഒരിക്കലും നബിദിനം കഴിക്കലല്ല, മറിച്ച് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ പിൻപറ്റുകയാണ് വേണ്ടത്. അതല്ലാതെ മുൻകടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയല്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.